അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയായി ഒരു ചെറിയ യാത്ര പോകണേ. ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ യാത്ര പോകണേ ഞാനും കുട്ടിമോനും ഭാവി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുത്ത എന്താ വന്നുകാണ്ട് കള്ള എന്താ വന്നിക്കണേ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. എവിടേക്കാണെന്ന് പിന്നെ പറയാലേ. ബാക്കി പറഞ്ഞുതരാം. ചായ വെക്കണ സ്ഥലം കാണിച്ചു കൊടുക്കണാ. ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തിക്കണേ. അപ്പൊ ഞങ്ങളിങ്ങനെ ആരും ഇല്ലല്ലേ, കുട്ടികളൊന്നുമില്ല, ഒരൊറ്റ പോക്ക്. അതെ, കുട്ടികളൊന്നുമില്ല, അതാ ഒരാൾ മാത്രമേ ഉള്ളൂതാ. പിന്നെ കുട്ടിമോണ്ട്. പിന്നെന്താ സംഭവം എന്ന് പറയുങ്ങളെ, അപ്പൊ പോകുന്നത് ഇല്ലാടോ ഇമ്മ ഉള്ളത് അവിടെ അന്ന് കുടിരിക്കലിന് പോയിട്ട് ഇമ്മ കുടിരിക്കല് താത്താർക്ക് പോയതല്ലേ. അതെ, അപ്പൊ ഇമ്മക്ക് ഇപ്പൊ പോരണം. ഇമ്മക്ക് കുറച്ച് ദിവസം എന്താണ് ഇമ്മ ഇല്ല വല്യമ്മ ഉള്ളത് താത്ത ഉള്ളതും ഇങ്ങനെയാണല്ലോ. ഓരോ മക്കളോട് എന്താണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അപ്പൊ തോന്നി പോരണം. അതെ, അപ്പൊക്കപ്പൊ തോന്നലാണ്. അപ്പൊ എന്താണ് അപ്പൊ ഉമ്മാനെ കൊണ്ടുവരാൻ പോവാണ്. ഉമ്മ അല്ല പോകുമ്പോ തന്നെ പറഞ്ഞിരുന്നു ഞാൻ 2-3 നോമ്പ് കഴിഞ്ഞാൽ വരുന്ന്. അപ്പൊ വിളിച്ചിട്ടുണ്ട് വരും പറഞ്ഞേന്ന്. അപ്പൊ അത് ഞങ്ങൾ ഉമ്മാനെ കൊണ്ടുവരാൻ പോവാണ്. കാലടിക്ക് താത്താന്റെ വീട്ടിലേക്കാണ് പോണത്. പിന്നെ വലിയ പെങ്ങളെ എടുത്താണ്ടാ പോണത്. എന്താ വെച്ചാല് ഉമ്മാന്റെ ഏടത്തിന്റെ മൂത്തമ്മാന്റെ എന്തോ കാലിന്റെ എല്ലാം പൊട്ടിക്കണേ പെട്ടെന്ന് വീട്ട് കാണാൻ താത്തയുണ്ട് പോരിനെ, വലിയ താത്ത ഉണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ കുടിരിക്കലിന്റെ അന്ന് വീഡിയോ ചെയ്തിട്ടില്ല, അവിടെ നിറച്ച് ബഹളം ആൾക്കാരല്ലേനാ. പിന്നെ ഒരു വീഡിയോ എടുക്കായിട്ട് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ആ പുതിയ വീട് കാണിച്ചു തരാം. നല്ല അടിപൊളി വീടാണ്. അപ്പൊ ഒക്കെ കൂടി ആയിട്ട് ഞങ്ങൾ പോവാണേ. അപ്പൊ നമുക്ക് പോയി നോക്കാം, പോയി വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തി വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ടിട്ടാ. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. ഞാൻ വിളിച്ചു പറഞ്ഞു മാറ്റിക്കാൻ പറഞ്ഞേ. അപ്പൊ ഇവിടെ ഇത് 2ാമത്തെ പെങ്ങളെ വീട് കേട്ടാ. പെങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഉമ്മാനെ എടുക്കുക, ഉമ്മാന്റെ ജ്യേഷ്ഠത്തി ഞാൻ പറഞ്ഞില്ല വെയ്യാതെ എടുക്കണം. അവിടെ കേറിയിട്ട് നേരെ വീട്ടിൽ പോവാം. ഉമ്മ നിങ്ങൾ മാറ്റിയില്ല? അപ്പൊ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ ഒരു ഉമ്മാന്റെ ഏടത്തിന്റെ വീടിന്ന് കുടിരിക്കലിന് വന്ന ആ വീട്ടിലൊക്കെ പോകണ്ട. അന്ന് വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല, കാരണം എല്ലാവരും ഫാമിലികളൊക്കെ ഉള്ളതുകൊണ്ട് സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് ആ വീട് കാണിച്ചില്ല. ഏതായാലും ആ വീടാണ് ഇപ്പൊ നമ്മൾ പോയിട്ടുള്ളത്. ആ വീട്ടിലുള്ള കേട്ടാ. ഓക്കെ, തലക്കെരുന്നാ മതി. കേരാണെങ്കിൽ ഇങ്ങനെ മുന്നിട്ട് വെച്ചിട്ടാ. സംഭവം എന്ന് വെച്ചാൽ മൂത്തമ്മ വയ്യാതെ കിടക്കായതുകൊണ്ട് അവിടെ കൂടുതൽ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ ഏതായാലും മുത്തമ്മനെ കണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അമ്മ ബാക്കിലുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ബാക്കിൽ സീറ്റ് സൗകര്യം കുറവാണ്. അപ്പോൾ ഇമ്മ അവിടെ ഇരുന്നാൽ മാളും ഞാനും ഫ്രണ്ടിലായാലാണ് തട്ടി. അപ്പോൾ കുട്ടിമോനും തന്നെ ഫ്രണ്ട് പറ്റൂല, ഇമ്മയും പറ്റൂല, താത്തയും പറ്റൂല. അപ്പോൾ താത്താനെയും അവരൊക്കെ പാക്കാക്കി. അപ്പം ഉമ്മ വണ്ടിയിലുണ്ട്, താത്തണ്ട്. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോയി നോമ്പ് തുറക്കാനാകുമ്പോ എത്തണം അല്ലേ? 4 മണി കഴിഞ്ഞു. അപ്പൊ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ജ്യൂസ്
ഇത് അമ്മാനായിട്ട് വന്ന് ധൃതിയിലിപ്പോ ശരിയാക്കിയാണ്. ഓറഞ്ച് ജ്യൂസ് അല്ല മാളോ? നോമ്പില്ല? നോമ്പില്ല? ചായ അവിടെ റെഡി ആയിട്ടാ. ചായ വിഷയുണ്ട്. ചായ ഒന്നും പൊതുവെ പഴയമാര് വല്ലാതെ കുടിക്കണില്ല. ഇനിയിപ്പോ വെത്തൊക്കെ വെട്ടാനും കൊണ്ടുണ്ട്. കുട്ടിമോനെ ഞാൻ വെട്ടണോ? അവന്ന് കുട്ടിമോനാണ് വെത്തൊക്കെ വെട്ടണത്. റെഡി ചെയ്ത് ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുണ്ട് നിങ്ങള്. അപ്പൊ ഇന്നത്തെ ഫുഡ് എന്ന് വെച്ചാല് നമ്മള് വീട്ടിലുണ്ടാക്കിയില്ല. കാരണം ഉമ്മാന്റെ അടുത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് വന്ന ഫുഡാണ് കേട്ടോ ഇന്നത്തെ ഫുഡ്. ഓക്കെ, പെട്ടെന്നാണ് ജ്യൂസൊക്കെ റെഡിയാക്കി ചെയ്തില്ലേ? തണുപ്പില്ലേ? തണുപ്പുണ്ടാവും. ഒഴിച്ചിക്കണ് ഉള്ളത് തണുപ്പുണ്ടാവില്ല. അപ്പൊ എന്താ ഐസും കട്ട ഇട്ടാ റെഡിയാവും. അതിനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് അല്ലേ സമയം. അപ്പോൾ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. രണ്ടാം വട്ടം ഒഴിക്കൂലേ? ശരി. അപ്പൊ ഐറ്റംസുകളൊക്കെ കൊടുന്ന് ഇങ്ങനെ വെച്ച് ഞങ്ങൾ ഇത് ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണേ. കുഞ്ഞു വന്നിരിക്കടാ. ഇതാ കുട്ടിമോനിതാ. മോനോ ഞാൻ പണ്ട് സോഡ കമ്പനിക്ക് പോയമാതിരി എങ്ങനെ വന്നിരിക്കണേ. തിരിച്ച് ഞങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് അല്ലേ? മാഷാ. അപ്പൊ ഐറ്റംസുകളൊക്കെ വെച്ചിതാ. ഇന്ന് എത്രാമത്തെ നോമ്പാൽക്കറിയാമോ? ഇന്ന് എത്ര നോമ്പ്? അപ്പൊ അൽഹംദുലില്ലാ 5ാമത്തെ നോമ്പൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 30 നോമ്പും നമുക്ക് അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ആമീൻ. നിങ്ങൾക്കും ഞങ്ങൾക്കും അതിനുള്ള ആരോഗ്യ ആയുസ്സും നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ബാങ്ക് ഇപ്പൊ കൊടുക്കൂട്ടാ. അപ്പൊ ഉമ്മ അവിടെ അനിയന്റെ അവിടെ അപ്പുറത്തെ വീട്ടിൽ ഉമ്മ അവിടെ ഉണ്ട്. അവിടെ നോമ്പ് തുറക്കുന്ന ഉമ്മ അവിടെ നിന്നാണ്. കാരണം അവിടെ ഉമ്മക്ക് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടുന്ന് കഴിക്കട്ടാ. അപ്പൊ അൽഹംദുലില്ലാ ഇന്നത്തെ ഫുഡ് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഞാനിതേപോലെ തന്നെ ഞങ്ങള് പുറത്ത് പോയി എന്ന് പറഞ്ഞില്ല. അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡാണ്. അപ്പൊ ഏതായാലും 5ാമത്തെ നോമ്പ് നമ്മൾ നോമ്പ് തുറന്നു. അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരം കമ്മി ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടൈറ്റും ഉണ്ട്. എങ്ങനെയുണ്ട് അല്ലേ? നല്ല കട്ടിയുണ്ട്. മറ്റേ നമ്മള് പൊതുവെയാണ്ട് അടിച്ചു വിടല. ഉള്ളത് ഒരു ഗ്ലാസ് ആയാലും നല്ലപോലെ കുടിക്കണം എന്നാണ് എന്റെ ഒരു തീരുമാനം. നല്ലൊരു തീരുമാനമാണ്. അത് എന്താണ് എന്താ പറയാ, ഇനിയിപ്പോ ഒരു ഫ്രൂട്ട്സ് ആയാലും ഉള്ളത് ആപ്പിള് നല്ലത് ഒന്ന് കഴിച്ചാൽ അത് ടേസ്റ്റ് ഉണ്ടാവും. നമ്മള് ആദായ വിൽപ്പന വെക്കാണ്ട് 100 രൂപയ്ക്ക് 3 കിലോ അതിന് വാങ്ങി കൊടുക്കുന്നത് 100 രൂപയ്ക്ക് 1 കിലോ വാങ്ങിയാല് അത് നല്ല അടിപൊളിയായി കഴിക്കാം. എപ്പോഴും ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണ്. അപ്പൊ എന്നോട് അത് തൈല അത് കുറച്ചുണ്ടാവുള്ളൂ എന്നത്. ഞാൻ 3 കിലോ 100 സാധനം കൊണ്ടുവന്നെ. നിങ്ങള് 1/2 കിലോ 100 മണ്ടിയിലുള്ളത് 1/2 കിലോനാണ് മണിയുള്ളത്. നല്ലപോലെ തിന്നാൻ മതി. കഷ്ണം മുറിച്ച് തിന്നാലും മതി. നല്ല തിന്നാലോ പറഞ്ഞാല് നല്ലൊരു തീരുമാനമാണ്. ജ്യൂസ് ഇനിയിപ്പോ ചായ ഉണ്ടാക്കണെങ്കിലും എന്നോട് ഇതെന്താ കുറച്ച് ചായ കുറച്ച് ചായ ഉണ്ടാക്കിയാൽ അടിപൊളിയാവുള്ളൂ. പാലുകൊണ്ട് തോനെ ചായ കാച്ചുമ്പോ ചായ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറെ പാല് വെച്ചിട്ട് ഓരോ ഗ്ലാസ് ചായ വെച്ചാൽ പോരാ. നമ്മള് ഹോട്ടലിൽ പോയാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇന്നെ പോലത്തെ തീറ്റിക്കാർക്ക് മതിയാവൂല. ഇന്നെ പോലെ തീറ്റിക്കാർക്ക് 1/2 കിലോ ആപ്പിൾ ഇടുന്ന എനിക്കാണ് തരില്ല. ഭത്തൊക്കെ മറക്കലില്ല. ഹയറാകട്ടെ. ഇനി വീഡിയോ ഇപ്പോൾ ഏതായാലും ഇത് കഴിക്കാൻ ഇത്രയും സാധനം ഇവിടെ ഇരിക്കുമ്പോൾ ഇനി ഈ വീഡിയോ കൂടാൻ പറ്റൂല. അതുകൊണ്ട് ഇതിമക്ക് ശ്രദ്ധ പോകണം. അതുകൊണ്ട് വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യണം. ഇല്ലോ നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നാളെ പുതുപുത്തൻ വീഡിയോയുമായി വീണ്ടും വരാം. അതേവരെ നിങ്ങൾക്കും ഞങ്ങൾക്കും ആരോഗ്യം ആയുസ്സും നൽകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ. എല്ലാവർക്കും ബൈ ബൈ.